السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസത്തിൽ ചെയ്തിരുന്ന, നമുക്ക് സുന്നത്തായി നിശ്ചയിച്ചു തന്ന കർമ്മങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ഫജറിന് മുമ്പുള്ള അമലുകളെക്കുറിച്ചും ഫജറിൻ്റെ സമയത്തുള്ള അമലിനെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കിയത്. അതിനുശേഷം ഫജർ നിസ്കാരം വരെയുള്ള സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരാൾ മസ്ജിദിൽ നിന്നും ഫജർ നിസ്കരിക്കാൻ വേണ്ടി എത്തുന്നത് വരെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിനുശേഷമുള്ളത് സുനനുൻ ഫിസ്സല, നിസ്കാരത്തിലുള്ള സുന്നത്തായ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പം നിസ്കാരത്തിൽ നമ്മൾ നേരത്തെ ഇവിടെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. നിർബന്ധമായ അതിൻ്റെ റുക്കിനുകളായ കാര്യങ്ങളുണ്ട്, 14 നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നീട് 8 വാജിബുകളെക്കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിർബന്ധമായ കാര്യമാണ്. ഒരാൾ മനഃപൂർവ്വം റുക്കിനാകട്ടെ വാജിബാകട്ടെ ഉപേക്ഷിച്ചാൽ അയാളുടെ നിസ്കാരം തന്നെ ബാത്തിലായി പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റുക്കിനുകളും വാജിബുകളും അല്ലാത്ത നിസ്കാരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും സുന്നത്തുകളാണ്. ഈ സുന്നത്തുകളാകട്ടെ അത് എത്ര കണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നുവോ അത്രയും നമുക്ക് നിസ്കാരത്തിൽ പ്രതിഫലാർഹമായിരിക്കും. നിസ്കാരത്തിൽ കൂടുതൽ പ്രതിഫലം കിട്ടുന്ന കാര്യം അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കാര്യങ്ങൾ നിസ്കാരത്തിൽ സുന്നത്തുണ്ടോ അതെല്ലാം പഠിച്ചിട്ട് നമ്മുടെ നിസ്കാരം അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതുപോലെ ആക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ആദ്യം അദ്ദേഹം ആരംഭിക്കുന്നത് സുനനുൻ ഫിസ്സല, നിസ്കാരത്തിലുള്ള സുന്നത്തുകളെ കുറിച്ചിട്ടാണ്. അദ്ദേഹം പറയുന്നു, വലിസ്സലാത്തി സുനനുൻ അദീദ നദ്കുറു മിൻഹാ മാ യലി, നിസ്കാരത്തിന് ഒരുപാട് സുന്നത്തുകളുണ്ട്, അതിൽ താഴെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പരാമർശിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു സുന്നത്താണ്, നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായ അസുത്ര, നിസ്കാരത്തിനൊരു മറ സ്വീകരിക്കുക എന്നുള്ളത് വളരെയധികം പുണ്യമുള്ള സുന്നത്തായിട്ടുള്ള കാര്യമാണ്. ഇത് ഇമാമിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ്, അതുപോലെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളവും സുന്നത്താണ്. എന്നാൽ ഇമാമിനെ തുടർന്ന് ജമാഅത്ത് നിസ്കാരത്തിലുള്ള മഅ്മൂമിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമാമിൻ്റെ സുത്ര തന്നെ അവർക്ക് മതിയായതാണ്. മഅ്മൂമിങ്ങൾ പ്രത്യേകം സുത്രകൾ സ്വീകരിക്കേണ്ടതില്ല, ഇമാമിനുള്ള സുത്ര തന്നെ മഅ്മൂമിങ്ങൾക്ക് മതിയായതാണ് എന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ സല്ല അഹദുക്കും ഇലാ ഷൈഇൻ യസ്തുറുഹു മിനൻ നാസ്, നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കുന്ന സമയത്ത് അവൻ ജനങ്ങളിൽ നിന്നും ഒരു മറ സ്വീകരിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവിധങ്ങളായ വസ്തുക്കളെ സുത്രയായി സ്വീകരിച്ചത് കാണാം. ചില സമയത്ത് അവിടുന്ന് സുത്രയായി സ്വീകരിച്ചത് ഒരു വടിയാണ്, ഒരു കുന്തം നാട്ടിയിട്ട് അല്ലെങ്കിൽ വടി നാട്ടിയിട്ട് അവിടെ സുത്രയായി സ്വീകരിച്ചിട്ടുണ്ട്. ചില സമയങ്ങളിൽ അവിടുന്ന് മതിലിന് സുത്രയായി സ്വീകരിച്ചത് കാണാം, ഒരു മതിലിനപ്പുറത്ത് സുത്രയായി സ്വീകരിച്ചത് കാണാം. അല്ലെങ്കിൽ ഈന്തപ്പനയുടെ തടി അത് സുത്രയായി സ്വീകരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ തൻ്റെ വാഹന മൃഗം, ഒട്ടകം അല്ലെങ്കിൽ എന്തിലാണോ അവിടുന്ന് സഞ്ചരിച്ചിട്ടുള്ളത് അതും സുത്രയായി സ്വീകരിച്ചിട്ടുണ്ട്, അഥവാ മറയായി സ്വീകരിച്ചിട്ടുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ സുത്ര അത് നിസ്കാരത്തിൽ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായ, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നിർബന്ധമായ കാര്യമാണ്. കാരണം ചില പണ്ഡിതന്മാർ സുത്ര വാജിബാണ് എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ വല്ലാഹു അലം ഏറ്റവും ശരിയായ അഭിപ്രായമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെല്ലാം സംയോജിപ്പിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുത്ര വാജിബല്ല, മറിച്ച് വളരെയധികം പ്രതിഫലാർഹമായ ഒരു സുന്നത്താണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപൂർവം ചില സമയങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുത്ര ഒഴിവാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാൽ മാത്രമാണ് അത് വാജിബല്ല സുന്നത്താണ് എന്ന് പറയുന്നത്. അത് യാത്രയിലും സുന്നത്താണ്, നമ്മൾ നാട്ടിലായിരിക്കുമ്പോഴും സുന്നത്താണ്, മസ്ജിദിനകത്താണെങ്കിലും സുന്നത്താണ്, മരുഭൂമിയിലോ അല്ലെങ്കിൽ തുറസായ സ്ഥലങ്ങളിലോ ആണെങ്കിലും സുന്നത്താണ്, എല്ലാം സുന്നത്താണ്. അതുകൊണ്ട് നമ്മൾ ഒരു സമയത്തും അത് നിസ്സാരമായി കാണേണ്ടതില്ല. മുസ്ലിം ഉമ്മത്തിൽ വലിയൊരു വിഭാഗം ഈ ഒരു സുന്നത്തിനെ അവഗണിക്കുന്നത് കാണാൻ സാധിക്കും. മസ്ജിദുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും പുറകിൽ പോയി അങ്ങനെ നിസ്കരിക്കുന്ന പലരെയും കാണാം, അവരങ്ങനെ സുത്ര സ്വീകരിക്കുകയില്ല. ഒരു വേള ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ചെയ്തിരുന്ന ഒരു സുന്നത്താണ് എന്നറിയാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, നമ്മളെപ്പോഴും ഏതൊരു കാര്യം കേട്ടാൽ, സുന്നത്ത് കേട്ടാൽ അത് ചെയ്യാനാണ് നമുക്ക് താല്പര്യം വേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുമ്പോൾ ഒരു മറ സ്വീകരിച്ചിരുന്നു, ഞാനും അങ്ങനെ സ്വീകരിക്കും എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
അതല്ലാതെ സുന്നത്തല്ലേ, അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നുണ്ട് കുഴപ്പമില്ല, നിർബന്ധമൊന്നും അല്ലല്ലോ എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഞാൻ ഇതിനകം പറഞ്ഞു, ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇത് നിർബന്ധമാണ്, വാജിബാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രതിഫലാർഹമായ ഒരു സുന്നത്താണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇനി ആ സുത്രയുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള മറ്റൊരു കാര്യമാണ്, ഒരു സുത്ര നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, ഒരു മറ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിനോടടുത്ത് നമ്മൾ നിൽക്കേണ്ടതുണ്ട്. അതല്ലാതെ ഇവിടെ ഇപ്പോൾ ഒരു സുത്രയുണ്ട് എന്ന് നമുക്കറിയാം, ഇപ്പോൾ ഒരാൾ ഈ സൊഫിൽ നിൽക്കാതെ ആ സൊഫിൽ നിന്ന് കഴിഞ്ഞാൽ എവിടെ മറയുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സുന്നത്ത് കിട്ടണമെങ്കിൽ ഈ സുത്രയോട് അടുത്ത് തന്നെ നമ്മൾ നിൽക്കേണ്ടതുണ്ട് എന്ന് കാണാൻ സാധിക്കും. എത്രയാണ് ആ നിൽക്കേണ്ടതിന്റെ അളവ്, അതുപോലും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുത്രയിലേക്ക് നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് 3 മുഴമാണ് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. 3 മുഴമായിരുന്നു സുത്രയിലേക്ക് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ അവിടുന്ന് സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആട്ടിൻകുട്ടിക്ക് കഷ്ടി അതിലൂടെ കടന്നു പോകാൻ മാത്രമുള്ളൊരു ഗ്യാപ്പ്, ഒരുപക്ഷെ ഒരു ചാണോ അതിൽ കുറവോ മാത്രം, തലക്കപ്പ് സുജൂദ് ചെയ്യാൻ തല വെച്ചാൽ അത്രമാത്രം ബാക്കി ഉണ്ടാകുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് സുത്രയോട് അടുത്ത് തന്നെ നിൽക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സഹൽ ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന ബൈന മുസല്ല റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബൈനൽ ജിദാരി മെമറുഷാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കരിക്കുന്ന സ്ഥലവും അതുപോലെ മദിലിനുമിടയിൽ ഒരു മെമറുഷാത്ത്, ഒരു ആടിന് കടന്നു പോകാനുള്ള ഒരു പാസേജ്, ഒരു വഴി അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാട് ചെറിയ സ്ഥലത്തൂടെ കടന്നു പോകും, വലിയ പശു പോകേണ്ട സ്ഥലം അതിന് ആവശ്യമില്ല. ചെറിയ സ്ഥലത്തൂടെ അത് കടന്നു പോകുമെന്നാണ് പറയുന്നത്. ഇവിടെ മുസല്ല എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് മൗലിഉ സുജൂദാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ അത്ര സ്ഥലം അതിനോടടുത്ത് നിന്നാൽ മതി. നമ്മുടെ തല സുത്രയിലേക്ക് മുട്ടുന്ന അത്ര ഒന്നും നമ്മൾ കൊണ്ടുപോകേണ്ടതില്ല. അല്ല, അങ്ങനെ ചിലർ ചെയ്യും, അങ്ങനെ മുട്ടുന്ന അത്ര പോകേണ്ടതില്ല. ഒരാടിന് കടന്നു പോകുന്ന ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ സുജൂദ് ചെയ്താൽ ബാക്കിയാകുന്ന അത്രയും നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ സുന്നത്ത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ നമ്മളിങ്ങനെ സുത്ര സ്വീകരിച്ചതിന് ശേഷവും ഒരാൾ നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുകയാണ് എങ്കിൽ ആ കടന്നു പോകുന്നവനെ തടയുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ച, നമ്മെ പഠിപ്പിച്ചൊരു സുന്നത്താണ്. മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, അദ്ദേഹം പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ല അഹദുക്കും ഇലാ ഷൈഇൻ യസ്തുറുഹു മിനന്നാസ്. നിങ്ങളിൽ ഒരാൾ ജനങ്ങളുടെ ഇടയിൽ ഒരു സുത്ര സ്വീകരിച്ചുകൊണ്ട് നിസ്കരിക്കുന്നു, ഫഅറാദ അഹദുൻ അൻ യജ്താസ ബൈന യദൈഹി. നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകാൻ ഒരാൾ ഉദ്ദേശിക്കുകയാണ്, നിങ്ങളുടെ മുന്നിലൂടെ ഒരാൾ കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നു, ഫല്യദ്ഫഅ ഫീ നഹ്രി, അവന്റെ കഴുത്തിന് പിടിക്കട്ടെ, അതായത് അവനെ കടന്നു പോകാൻ സമ്മതിക്കരുത്. ഫഇൻ അബാ ഫല്യുഖാതിൽഹു, അവൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവനോട് മല്ലിടണം. അതായത് ഒരു ചെറുങ്ങനൊന്നും തടുത്തിട്ടും വരികയാണ്, നമ്മൾ നന്നായിട്ട് തന്നെ തടുക്കണം, അങ്ങനെ സമ്മതിക്കരുത് എന്നാണ് പറയുന്നത്. ഫഇന്നമാ ഹുവ ശൈത്താൻ, പിശാചാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക. ചില റിവായത്തിൽ ഫഇന്ന മഅഹു അൽ ഖരീൻ, അവന്റെ പിശാചായ കൂട്ടുകാരനാണ് എന്ന് അവന്റെ ഒപ്പമുള്ളത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത സ്വഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ചെറുങ്ങനെ തടുത്താൽ പോരാ, അങ്ങനെ ആൾ പോകുമ്പോൾ ചെറുങ്ങനെ ഒന്ന് കൈവച്ചാൽ മതി എന്നല്ല, മറിച്ച് ഒരാൾ പോവുകയാണെങ്കിൽ ശരിക്കും തന്നെ അവനെ പിടിച്ചു നിർത്താൻ പാകത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ അവനെ തടുക്കണം എന്നാണ്. അല്ലാതെ അവനെ അടിച്ചിടുക എന്നുള്ളതല്ല. അവന് മനസ്സിലാകുന്ന രൂപത്തിൽ തന്നെ നമ്മൾ കൈവച്ച് അവനെ അവിടെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. നമ്മൾ സുത്ര വെച്ച് നിസ്കരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ സമ്മതിക്കരുത് എന്നുള്ളത് തന്നെയാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഇത് സാധാരണ ആര് നടന്നു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ 3 കാര്യങ്ങൾ അത് നടന്നു പോയാൽ അത് നിസ്കാരത്തെ ബാധിക്കുമെന്ന് തന്നെ ഹദീസുകളിൽ കാണാം. ഒന്ന് സ്ത്രീയാണ്. സ്ത്രീ നമ്മുടെ സുത്രയുടെ മുന്നിലൂടെ നടന്നു പോകുകയാണെങ്കിൽ അത് നമ്മുടെ നിസ്കാരത്തെ ബാധിക്കുന്നതാണ്. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ അത് നിസ്കാരത്തെ ബാത്തിലാക്കി കളയുന്നതാണ്. അതുപോലെ തന്നെ പറഞ്ഞതാണ് കൽബുൻ അസ്വദ്, കറുത്ത നായ, അതിനെ കടന്നു പോകാൻ സമ്മതിക്കരുത്. അതുപോലെ ഹിമാർ, കഴുത, ഈ 3 കാര്യങ്ങളും അത് അതിന് തൊട്ട് തടയില്ല, അതുകൊണ്ട് തന്നെ നിർബന്ധമാണ് എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവരെ തടയൽ നിർബന്ധമില്ല. ഒരാൾ നടന്നു പോവുകയാണെങ്കിൽ തടയൽ നിർബന്ധമില്ല. പക്ഷേ ഈ പറയുന്ന മൃഗങ്ങളോ മറ്റോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും വിധേനെ തടയണം. അതിനത് മൃഗം മുന്നിലൂടെ പോകുന്നുണ്ട്, നമ്മൾ മുന്നോട്ട് നടന്നിട്ട് അതിനെ പുറകിലോട്ടേക്ക് നടത്തിക്കുന്ന രൂപത്തിലെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നാണ് സഹോദരങ്ങളെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അപ്പോൾ സുത്രയുമായി ബന്ധപ്പെട്ട കാര്യമാണ്, നിസ്കാരവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ സുന്നത്ത്. രണ്ടാമത്തെ സുന്നത്ത് തസവൂക്കാണ്, ദന്തശുദ്ധീകരണം വരുത്തുക എന്നുള്ളതാണ്. നമ്മൾ ദന്തശുദ്ധീകരണം വരുത്തുന്ന 2 സുന്നത്തുകൾ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു.
ഒന്ന് എഴുന്നേറ്റ ഉടനെ നമ്മൾ ദന്തശുദ്ധീകരണം നടത്തേണ്ടതുണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞു, നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാൻ അല്ലെങ്കിൽ ഫജ്റിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കും. ആ വുളു എടുക്കുന്ന സമയത്ത് ദന്തശുദ്ധീകരണം നടത്തുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. മൂന്നാമത്തെ സന്ദർഭം ഇവിടെയാണ്. ഇത് നിസ്കാരം ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ദന്തശുദ്ധീകരണം വരുത്താം. നമ്മൾ വുളുവിൻ്റെ സമയത്ത് വരുത്തിയാണെങ്കിലും ശരി, നിസ്കാര സമയത്ത് നമ്മുടെ കയ്യിൽ മിസ്വാക്കോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ, അറാക്കോ മറ്റോ ഉണ്ടെങ്കിൽ അത് സുന്നത്താണ്. കാരണം ഹദീസിൽ വന്നിരിക്കുന്നത് ലൗല അൻ അശുഖ അല ഉമ്മതി, എൻ്റെ ഉമ്മത്തിന്, ചില റിവായത്തിൽ അലന്നാസ്, ജനങ്ങൾക്ക് പ്രയാസകരമാകുമായിരുന്നില്ലെങ്കിൽ ലഅമർതുഹും ബിസ്സിവാക്കി മഅ കുല്ലി സലാ, ഓരോ നിസ്കാര വേളയിലും അവരോട് സിവാക്ക് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയാസകരമാകേണ്ടതില്ല എന്ന് ചോദിച്ചാൽ കൽപ്പിച്ചിട്ടില്ല. കൽപ്പിച്ചിരുന്നെങ്കിൽ അത് നിർബന്ധമായേന്, വാജിബായേന്. അതുകൊണ്ട് തന്നെ അത് സുന്നത്താണ്, വളരെയധികം പ്രോത്സാഹിപ്പിക്കപ്പെട്ട സുന്നത്താണ് എന്ന് സഹോദരങ്ങളെ മനസ്സിലാക്കുക. ഇതാണ് മിസ്വാക്കുമായി ബന്ധപ്പെട്ട സുന്നത്ത്. പിന്നീട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് കഴിഞ്ഞാൽ, അഥവാ നിസ്കരിക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ അവിടെ ചില സുന്നത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? നിസ്കാരത്തിൽ ആദ്യത്തെ അമൽ എന്താണ്? തക്ബീറത്തുൽ ഇഹ്റാമാണ്. അല്ലാഹു അക്ബർ എന്ന് പറയലാണ് തക്ബീറത്തുൽ ഇഹ്റാം. അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇരു കൈകളും ഇതുപോലെ ഇങ്ങനെ ഉയർത്തുക എന്നുള്ളത് അത് സുന്നത്തായ കാര്യമാണ്. ഇരു കൈകളും ഉയർത്തേണ്ടതുണ്ട്. ആ ഇരു കൈകളും എത്രയാണ് ഉയർത്തേണ്ടത്? ചില ഹദീസുകളിൽ നമ്മളെ മൻകിബിന്, നമ്മുടെ ഷോൾഡറിന്റെ ഒപ്പമുള്ള ലെവലിൽ ഉയർത്തിയാൽ മതി. അത് നമ്മൾ ഇങ്ങനെ ഉയർത്തിയാൽ ആ സുന്നത്ത് കിട്ടി. ഈ രൂപത്തിൽ നമ്മൾ കൈ കെട്ടിയിട്ട് ഇങ്ങനെ ഉയർത്തുന്ന സമയം ഇങ്ങനെ ഉയർത്തി നമ്മൾ കൈ കെട്ടുകയാണെങ്കിൽ നമുക്ക് ആ സുന്നത്ത് കിട്ടി. ചില റിവായത്തിൽ നമ്മുടെ ചെവിക്കുറ്റിയോടൊപ്പം എന്നും കാണാം. അപ്പോൾ കുറച്ചുകൂടി ഉയർത്തിയിട്ട് അങ്ങനെയും കാണാം. അപ്പോൾ ഒരു തവണ നമുക്ക് ഇങ്ങനെ ഉയർത്തുകയാണെങ്കിൽ ഒരു തവണ നമ്മൾ ഈ രൂപത്തിലേക്ക് ഉയർത്തുക. ഉയർത്തുന്ന സമയത്ത് നമ്മൾ വിരലുകൾ ഇങ്ങനെയല്ല, മറിച്ച് കൈകൾ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. കൈകൾ ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മൾ ഉയർത്തുക. നമ്മൾ ഇങ്ങനെ ഉയർത്തുകയല്ല, മറിച്ച് കൈകൾ ചേർത്ത് പിടിക്കും. അതുപോലെ കിബിലക്ക് നേരെ ആക്കിയിട്ട് എങ്ങനെയാണ് നമ്മൾ പിടിക്കുക? ഇങ്ങനെയല്ല, മറിച്ച് കിബിലക്ക് നേരെ ആക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കൈകൾ ഉയർത്തുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, കാന യർഫഉ ഹദ്വ മൻകിബൈഹി ഇദ ഇഫ്തതഹ അസ്സലാ, നിസ്കാരം ആരംഭിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ചുമലിനോടൊപ്പമായിട്ട് കൈകൾ ഉയർത്തുമായിരുന്നു എന്നാണ് കാണുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇദാ കബ്ബറ റുക്കൂയിലേക്ക് പോകുമ്പോഴും അങ്ങനെ തന്നെ, നമ്മൾ നേരെ ഇങ്ങനെ പോകലല്ല, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഉയർത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റുക്കൂയിലേക്ക് പോകേണ്ടത്. വഇദാ റഫഅ റഅസഹു മിനർ റുക്കൂഇ റഫഅഹുമാ അയ്ളൻ, റുക്കൂയിൽ നിന്നും ഉയരുന്ന സമയത്തും കൈകൾ ഉയർത്തേണ്ടതുണ്ട്. 3 സന്ദർഭമായി നിസ്കാരത്തിൽ, 3 സന്ദർഭമായി. 4ാമത്തെ സന്ദർഭം കൂടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്. അത് 3ാമത്തെ റക്അത്ത്, അതായത് 3 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്തുള്ള നിസ്കാരം ഉണ്ട് എങ്കിലേ ഈ സുന്നത്ത് വരുന്നുള്ളൂ. 2 റക്അത്തുള്ള സുന്നത്ത് നിസ്കാരത്തിനോ ഫജ്ർ നിസ്കാരത്തിനോ ഇത് വരില്ല. 3ാമത്തെ റക്അത്തുള്ള മഗ്രിബ് അല്ലെങ്കിൽ ളുഹർ, അസർ, ഇഷ, ഇതിനൊക്കെയാണ് ഈ സുന്നത്ത് കിട്ടുക. ആ 3ാമത്തെ റക്അത്തിലേക്ക് നമ്മൾ 1ാമത്തെ തശഹുദിൽ ഇരുന്നിട്ട് 3ാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ ഒന്നുകൂടി അവിടെ കൈകൾ ഉയർത്തുക എന്നുള്ളതാണ്. അത് 2ാമത്തെ റക്അത്തിലേക്ക് വരുമ്പോൾ ആവശ്യമില്ല. 1ാമത്തെ റക്അത്ത് കഴിഞ്ഞ് വരുമ്പോൾ നേരെ കൈ കെട്ടിയാൽ മതി, ഇങ്ങനെ തന്നെ കൈ കെട്ടിയാൽ മതി. എന്നാൽ തശഹുദ് കഴിഞ്ഞ് നമ്മൾ 3ാമത്തെ റക്അത്തിലേക്ക് ഉയരുന്ന സമയത്ത് കൈകൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഇതേപോലെ ഉയർത്തിയിട്ട് വേണം കെട്ടാൻ. അത് കഴിഞ്ഞ് 4ാമത്തെ റക്അത്തിലേക്ക് അത് സുന്നത്തില്ല. 4ാമത്തെ റക്അത്തിൽ അത് സുന്നത്തില്ല. അപ്പോൾ ഈ 4 സന്ദർഭങ്ങളിൽ സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ ഉയർത്തിയിരുന്നു. അത് നാം പറഞ്ഞതുപോലെ ഒന്നുകിൽ ചെവിക്കുറ്റിയോടൊപ്പമാണ് ഉയർത്തേണ്ടത്, അല്ലെങ്കിൽ ചുമലിനോടൊപ്പമാണ് ഉയർത്തേണ്ടത്. പലരും ഈ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല. നിസ്കരിക്കും നേരെ ഇങ്ങനെ കൈകിട്ടും. അങ്ങനെ കൈകിട്ടി നമ്മൾ നിസ്കാരം ബാത്തിലായി എന്നോ അല്ലെങ്കിൽ നിസ്കാരത്തിന് റുക്കിനെ ഒഴിവാക്കിയെന്നോ ഒന്നും പറയുന്നില്ല. മറിച്ചൊരു പ്രതിഫലം, സുന്നത്ത് നഷ്ടപ്പെടുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കിതാബ് പഠിക്കുന്നത് തന്നെ പരമാവധി സുന്നത്തുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവന്ന് പ്രതിഫലം കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതുകൊണ്ട് ഈ കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഇതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ നമ്മൾ പറഞ്ഞു കൈകൾ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചുരുട്ടിയിട്ടോ അങ്ങനെ ഒന്നുമല്ല, നീട്ടിപ്പിടിക്കണം. അതുപോലെ തന്നെ ചേർത്ത് പിടിക്കുക. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിനുശേഷം സഹോദരങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കൈകൾ ഉയർത്തിയതിനു ശേഷം ഇടതു കൈയിന്മേൽ വലത് കൈ വെക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അതുപോലെ നിസ്കാരത്തിൽ കൈ കെട്ടുക എന്നുള്ളത് നിസ്കാരത്തിന്റെ റുക്കിനല്ല, നിസ്കാരത്തിന്റെ വാജിബല്ല, നിസ്കാരത്തിലെ പ്രതിഫലാർഹമായ സുന്നത്താണ് എന്നുള്ളത് കാണാം. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്.
പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉണ്ട്. ഇബ്നു ഹുബൈറ റഹിമഹുല്ല പോലെയുള്ള പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഇജ്മാ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. വാഇൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത് കാണാം, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന ഖായിമൻ ഫിസ്സലാഹ് ഖബള ബിയമീനിഹി അലാ ശിമാലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ എഴുന്നേറ്റ് നിന്നാൽ അഥവാ നിസ്കരിക്കാൻ ഒരുങ്ങിയാൽ ഖബള ബിയമീനിഹി തന്റെ വലം കൈ കൊണ്ട് അലാ ശിമാലിഹി ഇടത് കൈയുടെ മുകളിൽ എന്ത് ചെയ്യും? അത് വെക്കും. അപ്പോൾ നമ്മുടെ കൈ വലത്തെ കൈ ഇടത്തെ കൈന് നേരെ മുകളിൽ നമുക്ക് ഇങ്ങനെ വെക്കാം. ഇതൊരു രൂപമാണ്. ഇതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം സഹോദരങ്ങളെ, കാന അന്നാസു യുഅ്മറൂന അൻ യദഅ അർ-റജുലു അൽ-യദൽ യുംന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ജനങ്ങളോട് കൽപ്പിക്കപ്പെട്ടു എന്താണ്? അവരുടെ വലത്തെ കൈ വെക്കണം അലാ ദിറാഇഹിൽ യുസ്റ, അലാ ദിറാഇഹി അൽ യുസ്റ ഫിസ്സലാ. അവരുടെ ഇടത്തെ കൈയുടെ ആ മുഴം വരെയുള്ള ഭാഗം, അതാണ് ദിറാ എന്ന് പറയുന്നത്. ഈ ഭാഗത്തും തൊട്ടിട്ട് ഈ മുഴം വരെയുള്ള ഭാഗം ദിറാ ആണ്. അതിലെവിടെ നമുക്ക് വെക്കാം. ഒരാൾ ഇവിടെ വെച്ചാൽ കുഴപ്പമില്ല, ഇപ്പുറത്ത് വെച്ചാൽ കുഴപ്പമില്ല, ഇപ്പുറത്ത് വെച്ചാൽ കുഴപ്പമില്ല. ആദ്യത്തിൽ വന്നത് കൈയുടെ നേരെ മുകളിൽ വെച്ചാലും കുഴപ്പമില്ല. ഇത്രയാണ് സുന്നത്തുള്ളത്. ഇങ്ങനെയാണ് സഹോദരങ്ങളെ സുന്നത്തുള്ളത്. അതിനപ്പുറത്തേക്ക് കൈയുടെ മുട്ടിൽ കയറി പിടിക്കുക എന്നുള്ളത് അത് ഹദീസിൽ വന്നിട്ടില്ല. ചിലർ ഇങ്ങനെയൊക്കെ പിടിക്കും. അങ്ങനെ ചെയ്യേണ്ടതില്ല. നമ്മൾ ഇവിടെ വെക്കാം, ഇവിടെ വെക്കാം, ഇവിടെയൊക്കെ നമുക്ക് വെക്കാം. ഇതൊക്കെ സുന്നത്തായ ഭാഗമാണ്, സുന്നത്തായ കാര്യമാണ്. ഇനി ഈ രണ്ട് കൈകളും കൂടി എവിടെ വെക്കേണ്ടതുണ്ട്? അല്ല, ഇത് വലത്തെ കൈ ഇടത്തെ കൈയുടെ മുകളിൽ വെക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ട് കൈയും കൂടി എവിടെയാണ് വെക്കേണ്ടത്? ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്കാണ് വെക്കേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ഹദീസുകൾ, വ്യത്യസ്ത റിവായത്തുകളിൽ വന്നിട്ടുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ചില ഹദീസുകളിൽ വന്നിട്ടുള്ളത് പൊക്കിളിന് താഴെയാണ് വെക്കേണ്ടത് എന്നാണ്. ഹംബലി മദ്ഹബിലും ഹനഫി മദ്ഹബിലും ഒക്കെ പൊതുവെ ഈ അഭിപ്രായമാണ് സ്വീകരിച്ചു പോകുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബുകളിലൊക്കെ അദ്ദേഹം ഹംബലി മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ആ ഹദീസാണ് കൂടുതൽ ശരിയായി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ അതാണ് അദ്ദേഹമൊക്കെ ശരിയായ അഭിപ്രായമായി പറയുന്നത്. എന്നാൽ പല പണ്ഡിതന്മാരും ആ ഹദീസ് ദുർബലമാണ് എന്ന് പറയുകയും അതല്ല പൊക്കിളിന് മുകളിലാണ് വെക്കേണ്ടത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ചില ഹദീസുകളിൽ അത് നെഞ്ചിൻ മുകളിലാണ് എന്ന് തന്നെ വന്നിട്ടുണ്ട്. മുഹഖിഖീങ്ങളായ പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ എല്ലാ സനദുകളും പരിശോധിച്ച് നോക്കിയതിനു ശേഷം പറഞ്ഞ കാര്യം, എല്ലാ ഹദീസിന്റെ സനദുകളിലും അതിൽ ദുർബലതയുണ്ട്. ദുർബലതയിൽ നിന്നും മുക്തമായൊരു പൂർണ്ണമായൊരു സനദ് ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലയെ പോലെ പണ്ഡിതന്മാർ പറഞ്ഞത് കൂട്ടത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട സനദ് അത് നെഞ്ചിൽ വെക്കുക എന്നുള്ള വിഷയത്തിലാണ്. നെഞ്ചിൽ വെക്കുക എന്നുള്ളതാണ് കൂട്ടത്തിൽ മെച്ചപ്പെട്ട ഒരു സനദുള്ളത്. അതുകൊണ്ട് നമുക്ക് നെഞ്ചിൽ വെക്കാവുന്നതാണ്. ഇനി ഒരാൾ അതല്ല, നെഞ്ചിൽ വെക്കേണ്ടതില്ല, ഇങ്ങനെ താഴെ കുറച്ചിറക്കി വെച്ചാൽ മതി എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അയാൾ ഒരു സുന്നത്ത് ഒഴിവാക്കിയ നമുക്കിവിടെ പറയാൻ പറ്റൂല. കാരണം ഈ വിഷയത്തിൽ അങ്ങനെ വളരെ കൃത്യമായി ഹദീസ് വന്നിട്ടില്ല. അല്ലെങ്കിൽ സുന്നത്തിന് വലിയ വ്യതിചലിച്ചു എന്ന് പറഞ്ഞ് നമുക്കൊരു വാദപ്രതിവാദം നടത്തേണ്ടതോ അല്ലെങ്കിൽ തർക്ക വിതർക്കം നടത്തേണ്ടതോ ആയ ഒരു വിഷയമേ അല്ല. കാരണം ഒരാൾ കൈ കെട്ടിയിട്ടില്ലെങ്കിൽ പോലും നിസ്കാരത്തിൽ എന്തേ ഉള്ളൂ, ഒരു സുന്നത്തെ ഒഴിവായിട്ടുള്ളൂ, അയാൾ നിസ്കാരം ബാത്തിലാകുന്നില്ല. സുന്നത്തിനെതിരെ അത് ഖിലാഫു സുന്നയാണ്, സംശയമില്ല. കാരണം രണ്ട് ഹദീസ് നമ്മൾ വായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത്തെ കൈ ഇടത്തെ കൈയുടെ മുകളിൽ വെക്കുക എന്നുള്ളത് അത് നമ്മൾ വായിച്ചു കഴിഞ്ഞു. അതാണ് സുന്നത്തിനോട് യോജിച്ച രീതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ അത് എവിടെ വെക്കണം എന്നുള്ളത് വ്യക്തത കുറവാണ് ഹദീസുകളിൽ. അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ നിലക്ക് സഹോദരങ്ങളെ അത് മനസ്സിലാക്കുക. ഇതാണ് കൈ വെക്കുന്നതുമായി ബന്ധപ്പെട്ട സുന്നത്ത്. അതിനുശേഷം നിസ്കാരത്തിൽ നമ്മൾ കൈ വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ്? നിസ്കാരത്തിൽ ദുആ ഉൽ ഇസ്തിഫ്താഹാണ്, അല്ലെ? പ്രാരംഭ പ്രാർത്ഥന. തക്ബീറത്തുൽ ഇഹ്റാം, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് റുക്കനാണ്. അതോടൊപ്പം കൈ ഉയർത്തൽ സുന്നത്താണ്. കൈ ഉയർത്താതുള്ള അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാലും അയാൾ റുക്കിന് വേണ്ടി നിസ്കാരം ആരംഭിച്ചു. പക്ഷെ ആ കൈകൾ ഉയർത്തി ആ സുന്നത്ത് കിട്ടി. അതിനുശേഷം ആ കൈകൾ കൃത്യമായി തന്നെ വെച്ചാൽ വലത്തെ കൈ ഇടത്തെ കൈയുടെ മുകളിൽ വെച്ചു, അങ്ങനെ വെച്ചാൽ അത് ആ സുന്നത്തും കിട്ടി. പിന്നെ ദുആ ഉൽ ഇസ്തിഫ്താഹാണ്, നിസ്കാരം ആരംഭിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. ഒരുപാട് രീതിയിലുള്ള ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രാത്രി നിസ്കാരത്തിലുള്ള ചില ദുആക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്, അല്ലെ? അല്ലാഹുമ്മ റബ്ബ ജിബ്രാഈൽ വമീകായിൽ വഇസ്രാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന അത് വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത നൂറുസ് സമാവാതി വൽ അർദ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയൊക്കെ നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട്. അതല്ലാത്ത വളരെ എളുപ്പമുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനകൾ ചിലത് ഞാൻ വായിക്കാം. അതിൽ സാധിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക? മനഃപ്പാടമാക്കാനും മാറി മാറി ചൊല്ലാനൊക്കെ ശ്രദ്ധിക്കുക. നിസ്കാരത്തിൽ കൂടുതൽ നമുക്ക് ശ്രദ്ധ ലഭിക്കാൻ പറ്റുന്ന സഹായകമാകുന്ന ഒരു കാര്യമാണ് നമ്മൾ ചില പ്രാർത്ഥനകളൊക്കെ ഇടയ്ക്ക് മാറി മാറി ചൊല്ലുക എന്നുള്ളത്. അപ്പം അതിൽപ്പെട്ടതാണ് വളരെ എളുപ്പമുള്ളൊരു പ്രാർത്ഥനയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഇമാം മുസ്ലിമിലൊക്കെ വന്നിട്ടുള്ള ഹദീസാണ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക്
വതബാറക ഇസ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക്. വളരെ എളുപ്പമാണ്. നമ്മളൊരു വരി ഉണ്ടാവില്ല അല്ലെ, നമ്മളൊരു A4 ഷീറ്റിൽ എഴുതിയാൽ ഒരു വരി വരുന്ന പ്രാർത്ഥനയല്ല അത്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് വതബാറക ഇസ്മുക് വതആല ജദ്ദുക് വലാ ഇലാഹ ഗൈറുക്. ഞാൻ വിശദമായി ആ പ്രാർത്ഥനകൾ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ കിതാബ് നോക്കിയിട്ടത് പഠിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രാർത്ഥന വന്നിട്ടുണ്ട്, അത് വളരെയധികം ഫദ്ല് പറഞ്ഞൊരു പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. ഇത്രേ ഉള്ളൂ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. ഇതിന്റെ ഫദ്ലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലഖദ് റഅയ്തു 12 മലക്കൻ യബ്തദിറൂനഹാ അയ്യുഹും യർഫഉഹാ. ഞാനിതാ 12 മലക്കുകളെ കണ്ടിരിക്കുന്നു, അവർ തിരക്കൂട്ടുകയാണ് ആരാണ് ഈ സൽക്കർമ്മവുമായി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കയറി ചെല്ലുക എന്നുള്ളത്. അപ്പോൾ ഇത് വലിയ ശ്രേഷ്ഠതയുള്ള ഒരു പ്രാർത്ഥനയാണെന്ന് മനസ്സിലാക്കാം. എളുപ്പമാണ്, നമ്മളത് പഠിച്ചു നോക്കുക. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ്. സുന്നത്ത് നിസ്കരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് അല്ലാഹു അക്ബർ കൈയിട്ടിട്ട് അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഫാത്തിഹ ആരംഭിക്കാം. വളരെ എളുപ്പമുള്ള കാര്യമാണ്, ഇത്രയും ശ്രേഷ്ഠതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, വളരെയധികം പ്രതിഫലാർഹമായ മറ്റൊരു പ്രാർത്ഥനയാണ്, വളരെ അർത്ഥവത്തായ, നമ്മൾ ആരംഭിക്കുമ്പോൾ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബഅഇദ് ബൈനി വബൈന ഖതായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അള്ളാഹു എനിക്കും എൻ്റെ പാപങ്ങൾക്കിടയിൽ കിഴക്ക് പടിഞ്ഞാറ് എത്രമാത്രം ദൂരെയാണോ അത്രയും അകലെ ആക്കണമേ എന്ന് ആദ്യം പ്രാർത്ഥിക്കാം, പാപങ്ങളിൽ നിന്നും വളരെ അകലം പാലിക്കാൻ വേണ്ടി. ഇനി പാപങ്ങൾ സംഭവിച്ചാൽ അല്ലാഹുമ്മ നഖ്നി മിൻ ഖതായായ കമാ യുനഖ്ഖ സൗബുൽ അബീദു മിനദ് ദനസ്. അള്ളാഹുവെ, എൻ്റെ പാപങ്ങളെ നീ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത് അതുപോലെ ശുദ്ധീകരിച്ചു തരണമേ. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖതായായ ബിൽസൽജി വൽ മാഇ വൽ ബറദ്. അതുപോലെ തന്നെ എൻ്റെ പാപങ്ങളെ മഞ്ഞുകൊണ്ടും തണുത്ത വെള്ളം കൊണ്ടും ആലിപ്പഴം കൊണ്ടുമൊക്കെ അതിനെ കഴുകി വൃത്തിയാക്കണമേ. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, തിന്മകൾ അത് ചൂടുള്ളതാണ്, അതുകൊണ്ടാണ് ഇവിടെ വെള്ളവും തണുപ്പും ആലിപ്പഴവും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രയോഗിച്ചത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് സഹോദരങ്ങൾ അതും പഠിക്കുക. എളുപ്പമുള്ളൊരു പ്രാർത്ഥന, വളരെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. അതുപോലെയുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. ഇതിന്റെ ഫദ്ലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജിബ്തു ലഹാ ഫുതിഹത് ലഹാ അബ്വാബുസ് സമാ. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു, അത് ഒരാൾ ചൊല്ലിയപ്പോൾ സ്വർഗത്തിന്റെ കവാടങ്ങൾ അവന് തുറക്കപ്പെട്ടു എന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ പുസ്തകങ്ങൾ കിട്ടും, സ്വഹീഹായ പ്രാർത്ഥനയുടെ പുസ്തകം. ഏതെങ്കിലും പ്രാർത്ഥനകൾ മൻസിലി മഫാസ് എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥന നമ്മൾ വാങ്ങിക്കരുത്. സ്വഹീഹായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ വാങ്ങിയിട്ട് മുസ്ലിമിന്റെ രക്ഷാകവചം എന്നൊക്കെ പറയുന്ന ഹിസ്നുൽ മുസ്ലിം എന്നൊക്കെ പറയുന്ന ഗ്രന്ഥമുണ്ട്. അതൊക്കെ കൂടുതൽ സ്വഹീഹായ ഹദീസുകൾ മാത്രം രേഖപ്പെടുത്തി എഴുതിയിട്ടുള്ള പ്രാർത്ഥനാ പുസ്തകങ്ങളാണ്. അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ച് നമ്മൾ ഇത്തരം ദുആകൾ കാണും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കാണും. അതെന്ത് ചെയ്യാം, പഠിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മൾ അറിയുന്ന ഒരൊറ്റൊരു പ്രാർത്ഥന മാത്രം പഠിച്ച് അങ്ങനെ പോകുക എന്നുള്ളതല്ല. നമ്മൾ ഈ പറഞ്ഞതെല്ലാം ചെറിയ ചെറിയ പ്രാർത്ഥനകളാണ്. നമ്മളൊന്ന് ഇരുന്നാൽ പഠിക്കാൻ പറ്റും. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതിൻ്റെ അർത്ഥമൊക്കെ നോക്കിയാൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അത് പഠിക്കുക. അതിനുശേഷം സഹോദരങ്ങൾ, അടുത്ത സുന്നത്താണ് സൂറത്തുൽ ഫാത്തിഹ. അത് റുക്കിനാണ്, നമുക്കറിയാം. അതിന് മുമ്പുള്ള 2 സുന്നത്തുകളുണ്ട്. ഒന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുക എന്നുള്ളത്. അത് സുന്നത്താണ്. അത് പണ്ഡിതന്മാർ പറയുന്നത് 1ാമത്തെ റക്അത്തിലെ ആദ്യത്തെ ഫാത്തിഹയിലാണ് സുന്നത്തുള്ളത്. നമ്മൾ എല്ലാ റക്അത്തിലും ഫാത്തിഹയ്ക്ക് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ഓതേണ്ടതില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശപിക്കപ്പെട്ട, അള്ളാഹ് ആട്ടിയോടിക്കപ്പെട്ട പിശാചിൽ നിന്നും അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊണ്ട് ആരംഭിക്കണം എന്നാണ്. കാരണം ഖുർആൻ എപ്പോൾ ഓതുമ്പോഴും ഇത് സുന്നത്താണ്. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയൽ സുന്നത്താണ്. കാരണം ഈ പിശാച് നമുക്ക് ഖുർആനിൽ നിന്ന് കിട്ടേണ്ട നന്മകളെ, ഖൈറുകളെ, ബർക്കത്തുകളൊക്കെ ഇല്ലാതാക്കാൻ നോക്കും. ഒന്നുകിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഖുർആൻ പാരായണം നിർത്തിക്കാൻ നോക്കും, അല്ലെങ്കിൽ ആ ഖുർആൻ ഓതുമ്പോൾ നമുക്ക് കിട്ടേണ്ട, അതിൻ്റെ തദബ്ബുർ ചെയ്തുകൊണ്ട് കിട്ടേണ്ട, അതിൻ്റെ ആയത്ത് കൊണ്ട് കിട്ടേണ്ട ബർക്കത്തുകളുണ്ട്, ഖൈറുകളുണ്ട്. ഇതിൽ നിന്നെല്ലാം പിശാച് നമ്മളെ തടയാൻ നോക്കും. അപ്പോൾ ആദ്യം തന്നെ അള്ളാഹിനോട് രക്ഷ ചോദിക്കുകയാണ്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാണ് എപ്പോഴും ഖുർആൻ ഓതേണ്ടത്. നിസ്കാരത്തിലും ആദ്യം നമ്മൾ ഓതുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. അതിന് മുമ്പായിട്ട് ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പാരായണം ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം സഹോദരങ്ങളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പാരായണം ചെയ്യലും സുന്നത്തായ കാര്യമാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. എല്ലാ സൂറത്തിൻ്റെയും ആരംഭത്തിലുള്ളതാണ്, സൂറത്ത് തൗബ ഒഴികെ. അത് ഫാത്തിഹയുടെ മുന്നിലും അങ്ങനെ വന്നതാണ്, സൂറത്തുൽ ഫാത്തിഹയുടെ ആയത്തിൽപ്പെട്ടതല്ല. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആ വിഷയത്തിൽ. പക്ഷേ പല ഹദീസുകൾ നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അതിൻ്റെ ആയത്തിൽപ്പെട്ടതല്ല.
അതിൻ്റെ ആയത്തിൽ പെട്ടതാണ് എന്ന് ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും സൂറത്തുൽ ഫാത്തിഹ റുക്കനാണ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതൽ നമ്മളിവിടെ സുന്നത്ത് എന്ന് പറയേണ്ടി വരില്ല, അത് റുക്കനാണ്, നിർബന്ധമാണെന്ന് പറയേണ്ടി വരും. നമ്മൾ മനസ്സിലാക്കുന്ന സൂറത്തുൽ ഫാത്തിഹ അത് സൂറത്തുൽ ഫാത്തിഹ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഇല്ല. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയൽ സുന്നത്താണ്. കാരണം നുഐമിനുൽ മുജ്മിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, സല്ലൈതു വറാഅ അബീ ഹുറൈറ, ഞാൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ പുറകിൽ നിസ്കരിച്ചു. ഫഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അദ്ദേഹം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പാരായണം ചെയ്തു. സുമ്മ ഖറഅ ബി ഉമ്മിൽ ഖുർആൻ, പിന്നീട് ഫാത്തിഹ പാരായണം ചെയ്തു. അപ്പോൾ ബിസ്മിയ വേറെ പറഞ്ഞു, ബിസ്മിനെ വേറെയാണ് പറഞ്ഞത്. ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു, പിന്നെ സുമ്മ ഖറഅ ബി ഉമ്മിൽ ഖുർആൻ. അപ്പോൾ സഹാബികൾ മനസ്സിലാക്കിയത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വേറെയാണ്, അതിനുശേഷം ഉമ്മുൽ ഖുർആൻ എന്ന് പറയുന്ന സൂറത്തുൽ ഫാത്തിഹ അത് വേറെയാണ് എന്നാണ് പറഞ്ഞത്. 2 പ്രാവശ്യം ബിസ്മി ഓതിയതല്ല. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് അത് സുന്നത്താണ് എന്ന് മനസ്സിലാക്കാം. ഇനി സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ റുക്കനാണ്, നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. ആ സൂറത്തുൽ ഫാത്തിഹയുടെ അവസാനത്തിൽ നമുക്ക് എല്ലാവർക്കും ലഭിക്കേണ്ട വളരെ പ്രതിഫലാർഹമായ ഒരു സുന്നത്താണ് അത്തഅ്മീനു മഅൽ ഇമാം, ഇമാമിനോടൊപ്പം ആമീൻ പറയുക എന്നുള്ളത്. അത് ശ്രദ്ധിക്കുക, വലിയ പ്രതിഫലാർഹമായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു, ഇമാം ആമീൻ പറഞ്ഞാൽ ഫഅമ്മിനു, തുടർന്ന് നിങ്ങൾ ആമീൻ പറയുക. ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു ഫഇന്നഹു മൻ വാഫഖ തഅ്മീനുഹു തഅ്മീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, ആരുടെയെങ്കിലും ആമീൻ മലക്കുകളൊപ്പം ആമീൻ പറയുന്നതാണ് പറയുന്നത്. മലക്കുകളുടെ ആമീനിനോടൊപ്പം യോജിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്നാണ്. ആമീൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഇസ്തജിബ്, ദുആക്ക് ഉത്തരം ചെയ്യണമേ എന്നുള്ള തേട്ടമാണ് ആമീൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അല്ല, ആമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഉത്തരം ചെയ്യണമേ എന്ന് നമ്മൾ പറയുന്ന വാക്കാണത്. ഇസ്തജിബ്, അല്ലാഹു ഉത്തരം ചെയ്യണമേ എന്നാണ്. കാരണം നമ്മൾ അതിൻ്റെ ഇടയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ മുസ്തഖീമിലേക്ക് റബ്ബേ നീ ഞങ്ങളെ വഴി നടത്തണം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഞാൻ അനുഗ്രഹിച്ചവരുടെ മാർഗം, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, നീ കോപിച്ചവരുടെയും വഴിപയച്ചവരുടെയും മാർഗത്തിലല്ല. അള്ളാഹുവെ ആ ഹിദായത്തിന്റെ മാർഗത്തിലാക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് അവിടെ വരുന്നത് ആമീൻ എന്ന് പറയുന്നത്. അത് ഇമാം പറയുമ്പോൾ നമ്മൾ ആമീൻ പറയുക. അങ്ങനെ നമ്മുടെ ആമീനും മലക്കുകളുടെ ആമീനും ഒരുമിച്ച് കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. അത് ഉച്ചത്തിൽ തന്നെ പറയുക എന്നുള്ളതാണ് സുന്നത്ത്. ഉച്ചത്തിലാണ് പറയേണ്ടത്. ഹനഫി മദ്ഹബിലൊക്കെ പിൻപറ്റുന്ന ആളുകൾ അവിടെ മസ്ജിദുകളിൽ നമുക്ക് ഫാത്തിഹയിൽ കഴിഞ്ഞ ഉച്ചത്തിൽ അവർ ആമീൻ പറയുകയില്ല. പക്ഷേ ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്വഹാബികൾ ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മസ്ജിദിന് പ്രകമ്പനം കൊള്ളുമാറ് ആമീൻ പറയുമായിരുന്നു എന്നാണ്. നാളെ ഉച്ചത്തിൽ ആമീൻ പറയുക എന്നുള്ളത് തന്നെയാണ് അവിടെ സുന്നത്തായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷമുള്ള സുന്നത്ത്, നിസ്കാരത്തിലുള്ള സുന്നത്താണ് ഖിറാഅത്തു സൂറ അല്ലത്തി ബഅദൽ ഫാത്തിഹ, ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതുക അല്ലെങ്കിൽ ഖുർആനിൽ നിന്നും കുറച്ച് ആയത്തുകൾ ഓതുക എന്നുള്ളത് അത് സുന്നത്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, كان النبي صلى الله عليه وسلم يقرأ في الركعتين الأوليين من صلاة الظهر بفاتحة الكتاب وسورتين. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നിസ്കരിക്കുമ്പോൾ ഫാത്തിഹയ്ക്ക് ശേഷം 2 സൂറത്തുകൾ പാരായണം ചെയ്യും. യുതവ്വിലു ഫിൽ ഊലാ വയുഖസ്സിറു ഫിൽ സാനിയ, ഒന്നാമത്തേതിൽ എന്ത് ചെയ്യും? കുറച്ച് അല്പം കൂടുതൽ ഓതും, രണ്ടാമത്തേതിൽ കുറച്ച് കുറക്കും. അതാണ് അതിൻ്റെ ഒരു സുന്നത്ത്. ഒന്നാമത്തെ റക്അത്തിൽ നമ്മൾ 1 പേജ് ഓതിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തതിൽ 2 പേജ് ഓതുക എന്നുള്ളതല്ല, തിരിച്ചാണ് വേണ്ടത്. നമ്മൾ 3 പേജ് മൊത്തം ഓതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തേതിലാണ് പകുതിയിലധികം ഓതേണ്ടത്, രണ്ടാമത്തേതിൽ അതിൽ കുറക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഫാത്തിഹയ്ക്ക് ശേഷം ഒരു സൂറത്ത് ഓതുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അത് സുന്നത്താണെന്ന് പറയുമ്പോൾ നമ്മൾ പരമാവധി പിൻപറ്റാൻ ശ്രമിക്കുക. അതോടൊപ്പം ആരെങ്കിലുമൊക്കെ അത് ഓതിയിട്ടില്ലെങ്കിൽ എന്തില്ല, അത് യാതൊരു കുഴപ്പവും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എന്നാൽ ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാം ഉച്ചത്തിൽ ഓതുന്ന നിസ്കാരങ്ങളിൽ മഗ്രിബിലും ഇശായിലും ഫജ്റിലുമൊക്കെ നമ്മൾ ഫാത്തിഹ മാത്രം പാരായണം ചെയ്താൽ മതി. നമ്മൾ സൂറത്ത് ഓതേണ്ടതില്ല. അവിടെ നമുക്ക് സൂറത്ത് ഓതുക എന്നുള്ള സുന്നത്തില്ല. മറിച്ച് അവിടെ നമ്മൾ ഇമാമിനോടൊപ്പം ആകെ ഫാത്തിഹ ഓതുക, ബാക്കിയുള്ളത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇമാം ഓതുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇമാമിനോടൊപ്പവും ഓതാൻ പാടില്ല, പതുക്കെയും ഓതാൻ പാടില്ല, എങ്ങനെയും ഓതാൻ പാടില്ല. അങ്ങനെ ഓതേണ്ടതേ ഇല്ല. ഫാത്തിഹ തന്നെ ഓതണമോ വേണ്ടേ എന്നുള്ളത് ഉച്ചത്തിൽ ഓതുന്ന നിസ്കാരത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ചില പണ്ഡിതന്മാർ ഫാത്തിഹയും കൂടി ഓതേണ്ടതില്ല എന്ന അഭിപ്രായക്കാരാണ്. ഫാത്തിഹ ഓതാൻ നമുക്ക് ശേഷമുള്ള സൂറത്തുകൾ അത് ഓതേണ്ടതില്ല. എന്നാൽ ളുഹർ, അസർ,
അതുപോലെ തന്നെ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ, രാത്രി നിസ്കാരങ്ങൾ, ദുഹാ നിസ്കാരങ്ങൾ, ഈ പറയുന്ന നിസ്കാരത്തിലൊക്കെ ഫാത്തിഹയ്ക്ക് ശേഷം നമ്മൾ സൂറത്തുകൾ ഓതുക. അത് സുന്നത്തായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം സഹോദരങ്ങളെ, അടുത്ത സുന്നത്ത് പറയുന്നത് അസ്ന റുക്കൂഇന്റെ വേളയിലാണ്. യുസന്നുമായലി, താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ റുക്കൂഇന്റെ വേളയിൽ സുന്നത്താണ്. റുക്കൂയിൽ പോകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു റുക്കിനാണ്, നിസ്കാരത്തിൽ നിർബന്ധമായ കാര്യമാണ്. ഒരാൾ റുക്കൂയിൽ പോയാൽ നേരെ സുജൂദിൽ പോയ നിസ്കാരം ബാത്തിലായി പോകും. മനഃപൂർവ്വം അങ്ങനെ ചെയ്താൽ നിസ്കാരം ബാത്തിലായി പോകും. റുക്കൂയിൽ പോകൽ റുക്കിനാണ്, നമുക്കറിയാം. പക്ഷെ ആ റുക്കൂയിൽ നമുക്ക് കുറച്ചും കൂടി സുന്നത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രതിഫലം കിട്ടും. അപ്പൊ ആ സുന്നത്തുകളാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഒന്നാമത്തേത് യുസന്നു വദ്ഉൽ യദൈനി അല റുക്ബതൈൻ, നമ്മളെ രണ്ട് കൈകളും കാൽമുട്ടിലേക്ക് വെക്കുക, കൃത്യമായി വെക്കുക. എങ്ങനെ വെക്കണം? കൽ ഖാബിലി അലൈഹിമ, അതിലേക്ക് ശരിക്കും ഇങ്ങനെ പിടിക്കുന്നത് പോലെ ഇങ്ങനെ വെക്കണം, അല്ലെ? നമ്മൾ വെറുതെ തൊട്ടാ പോരാ, ശരിക്കും അതിൽ പിടിക്കുന്നത് പോലെ വെക്കണം. വയുഫർരിജുൽ അസാബിഅ, വിരലുകൾ അവിടെ വിടർത്തുകയാണ് വേണ്ടത്. നമ്മൾ നേരത്തെ ഉയർത്തുന്ന സമയത്ത് വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കാനാണ് പറഞ്ഞത്. എന്നാൽ മുട്ടിലേക്ക് പിടിക്കുമ്പോൾ ഇങ്ങനല്ല, വിരലുകൾ ഇങ്ങനെ വിടർത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? മുട്ടിനെ പിടിക്കുക. വിരലുകൾ ഇങ്ങനെ വിടർത്തിയിട്ടാണ് മുട്ടിനെ പിടിക്കുക. ഇതൊക്കെ വളരെ കൃത്യമായി സഹോദരങ്ങളെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അബു ഹമൈദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, അന കുന്തു അഹ്ഫളുകും ലിസലാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നിസ്കാരം ശരിക്കും പഠിച്ചിട്ടുള്ളയാളാണ്. റഅയ്തുഹു, ഞാൻ റസൂലിനെ കണ്ടിട്ടുണ്ട്, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ കബ്ബറ ജഅല യദൈഹി ഹിദാ മൻകിബൈ, അല്ലാഹു അക്ബർ പറയുമ്പോൾ രണ്ട് കൈകളും ചുമലിന്റെ അത്ര ഉയർത്തിയിട്ടുണ്ട്, നേരത്തെ പറഞ്ഞ കാര്യം. വഇദാ റകഅ അംകന യദൈഹി മിൻ റുക്ബതൈ, അവിടുന്ന് റുക്കൂയിലേക്ക് പോയി കഴിഞ്ഞാൽ കൈകൾ എന്ത് ചെയ്യും? അംകന എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥാനം പിടിക്കും, കാൽമുട്ടിലേക്ക് വെക്കും. സുമ്മ ഹസറ ദഹ്റഹു, പിന്നീട് മുതുക് നേരെയാക്കി വെക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം പറഞ്ഞു വഫറജ ബൈന അസാബിഇഹി മിൻ വറാഇ റുക്ബതൈഹി, ആ വിരലുകൾ ഇങ്ങനെ വിടർത്തി വെക്കും, വിരലുകൾ ഇങ്ങനെ വിടർത്തി വെക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ വെക്കുക എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ശ്രദ്ധിക്കുക. നമ്മൾ വെറുതെ ഇങ്ങനെ താണിട്ട് അങ്ങനെ തൊട്ട് പോരുക എന്നുള്ളതല്ല, മറിച്ച് അവിടെ ശരിക്കും ഒരു തെൻകീൻ അവിടെ ഉറപ്പിച്ച് അങ്ങനെ വിരലുകൊണ്ട് മുട്ടിന്മേൽ അങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മൾ കൈ വെക്കേണ്ടത്. അങ്ങനെ കൈ വെക്കുന്ന സമയത്ത് ഈ ഹദീസിൽ തന്നെ വന്ന മറ്റൊരു സുന്നത്താണ്, എന്താണ്? നമ്മുടെ മുതുക് നേരെയാക്കുക എന്നുള്ളത്. മുതുക് നേരെയാക്കുക എന്നുള്ളത് കാരണം വളരെ കൃത്യമായിട്ട് തന്നെ ഈ വിഷയത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്കൂവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വകാന ഇദാ റകഅ ലം യുഷ്ഖിസ് റഅസഹു വലം യുസവ്വിബ്ഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റുക്കൂ ചെയ്യുമ്പോൾ ഇങ്ങനെ ഉയർന്നു നിൽക്കൂല, ഇങ്ങനെ താണിട്ടും നിൽക്കൂല. അതായത് ഇങ്ങനെ നേരെ ഉണ്ടാവും, ഇങ്ങനെ ഉയർന്നിട്ടും ഉണ്ടാവില്ല, ഇങ്ങനെ താണിട്ടും ഉണ്ടാവില്ല. പരമാവധി നമ്മൾ നേരെ നിൽക്കാൻ നോക്കുക. ചിലപ്പോൾ അത് ഈ സുന്നത്ത് പ്രയാസം ഉണ്ടാവുക, നടുവേദനയൊക്കെ ഉള്ള ആളുകൾക്ക് അതിൻ്റെതായ പ്രയാസം ഉണ്ടാവും, നീയത്തുണ്ടാവുക, ഈ കാര്യം എനിക്ക് അങ്ങനെ ചെയ്യണമെന്നുള്ള നീയത്തുണ്ടാവുക. അവിടെ നടുവേദനയാണ് പ്രയാസമെങ്കിൽ ഇൻഷാ അല്ലാഹ് സുന്നത്ത് അവർക്ക് ലഭിക്കുന്നതായിരിക്കും. അതല്ലാത്ത ആളുകൾ പരമാവധി ശ്രദ്ധിച്ച് ഇങ്ങനെ താണു പോയിട്ട് അങ്ങനെ വളഞ്ഞു പോകുക എന്നുള്ളതല്ല സുന്നത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ നേരെ നിൽക്കുക എന്നുള്ളത്. നമ്മൾ പരമാവധി ഇങ്ങനെ വളരെ കൃത്യമായി നിൽക്കാൻ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, അത് സുന്നത്താണ്. അതേപോലെ തന്നെ റുക്കൂയിൽ മറ്റൊരു സുന്നത്തുണ്ട്, യുസന്നു ലിൽ മുസല്ലി ഇൻദ റുക്കൂഇ അൻ യുജാഫി മിർഫഖൈഹി അലാ ജംബൈഹി, മിർഫഖുകൾ കൈമുട്ടുകൾ അത് നമ്മുടെ പാർശ്വങ്ങളിൽ നിന്നും അകറ്റിയിട്ടാണ് വെക്കേണ്ടത്. പാർശ്വങ്ങൾ ഇങ്ങനെ കോടിയിട്ടല്ല, കുറച്ച് അകറ്റിയിട്ടാണ് അത് വെക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഹദീസിൽ അത് വന്നിട്ടുണ്ട്. സുമ്മ റകഅ വജാഫ യദൈഹി, പിന്നീട് അവിടുന്ന് റുക്കൂ ചെയ്തു, വജാഫ യദൈഹി, രണ്ട് കൈകളും ഇങ്ങനെ അകറ്റി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. പക്ഷെ പണ്ഡിതന്മാർ അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇത് സുന്നത്താണല്ലോ. അതുകൊണ്ട് തന്നെ ജമാഅത്തായി നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കൈകൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല? റുക്കൂ ചെയ്യാൻ പറ്റൂല. തൊട്ടടുത്ത ആളുകൾക്ക് റുക്കൂ ചെയ്യാൻ പറ്റൂല. അപ്പൊ അങ്ങനെ തൊട്ടടുത്ത ആളുകളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടൊരു സുന്നത്ത് എടുക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. അത് ശ്രദ്ധിക്കുക. അതറിയാത്ത ആൾ ചിലപ്പോൾ റുക്കൂയിൽ പോകുമ്പോൾ ഇങ്ങനെ വിടർത്തിയിട്ട് അങ്ങ് റുക്കൂയിൽ പോകും. അപ്പോൾ തൊട്ടടുത്ത ആൾക്ക് ശരിക്കും തന്നെ റുക്കൂയിൽ തന്നെ പോകാൻ ചിലപ്പോൾ പറ്റാത്ത അവസ്ഥ വരും. അതുണ്ടാകരുത്. അതുകൊണ്ട് തന്നെ ഈ സുന്നത്ത് നമുക്ക് പരമാവധി എടുക്കുക എപ്പോഴാണ്? നമ്മൾ ഇമാമായിരിക്കുമ്പോൾ നമുക്ക് പറ്റും, കാരണം തൊട്ടടുത്ത് ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ മറ്റ് സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ നമുക്ക് ഈ സുന്നത്ത് എടുക്കാവുന്നതാണ്. ജമാഅത്തായി നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആരും വന്നിട്ടില്ലെങ്കിൽ നമുക്കപ്പോൾ ചെയ്യാം. അങ്ങനെ സാഹചര്യങ്ങൾ സുന്നത്ത് എടുക്കുക. അതല്ലാത്ത സമയത്ത് ആ സുന്നത്ത് നമ്മൾ ഉപേക്ഷിക്കുക, മറ്റൊരാളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി ആ റുക്കൂഇൽ സഹോദരങ്ങളെ വ്യത്യസ്തങ്ങളായ ദിക്റുകളുണ്ട്, അള്ളാഹുവിനെ തഅലീം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന വാക്കുകളുണ്ട്. അതിന്റെ ഹുക്മ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് വാജിബാണ്. സുബ്ഹാന റബ്ബിയൽ അലീം
എന്നൊരു പ്രാവശ്യം പറയൽ വാജിബാണ്. എന്നാൽ അവിടെ വ്യത്യസ്തങ്ങളായ മറ്റ് പ്രാർത്ഥനകൾ കൂടി വന്നിട്ടുണ്ട്. അതിങ്ങനെ മാറി മാറി ചൊല്ലുക എന്നുള്ളത് സുന്നത്താണല്ലോ. അതുകൊണ്ട് അതൊക്കെ നമ്മൾ പഠിക്കുക. അതിൽ പെട്ടതാണ് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി. ഇത് എത്ര പ്രാവശ്യം പറയണം? എത്രയും പറയാം. എത്ര നേരം നമ്മൾ റുക്കൂയിൽ നിൽക്കുന്നോ അത്രയും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. ഇമാം എപ്പോഴാണോ ഉയരുന്നത് അത്രയും നേരം മഅ്മൂമീങ്ങൾക്ക് സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബന വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. പിന്നെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവർക്ക് 3 ആ രൂപത്തിലൊക്കെ അവർക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ മറ്റൊരു പ്രാർത്ഥന വന്നിട്ടുണ്ട്, സുബ്ബൂഹുൻ ഖുദ്ദൂസുൻ റബ്ബുൽ മലായികത്തി വറൂഹ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പുകഴ്ത്തുന്ന മറ്റൊരു പ്രാർത്ഥന വന്നിട്ടുണ്ട്. അതുപോലെ സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ ഇളമ വൽ അളമ, അതും ആ പ്രാർത്ഥനയിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ അല്ലാഹുമ്മ ലക റകഅതു വബിക ആമൻതു വലക അസ്ലംതു ഖശഅ ലക സംഇ വബസരി വമുഖി വഅളമി വഅസബി. ഇതൊക്കെ റുക്കൂയിലുള്ള പ്രാർത്ഥനകളായിട്ട് സഹോദരങ്ങൾ വന്നിട്ടുള്ളതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിതാബുകളിൽ കാണും. സാധിക്കുന്ന അത്ര 2 3 ഒക്കെ ദിക്റുകൾ പഠിക്കുകയും മാറ്റി മാറ്റി ഓരോ റുക്കൂയിലും നമുക്ക് മാറ്റി മാറ്റി അങ്ങനെ ചൊല്ലുകയും ചെയ്യുക. അത് സുന്നത്താണ്. ഇനി റുക്കൂയിൽ നിന്നും ഉയരുന്ന സമയത്തും ചില സുന്നത്തുകളുണ്ട്. അതിലൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഉയരുന്ന സമയത്തും എന്ത് ചെയ്യണം? കൈകൾ ഇങ്ങനെ ഉയർത്തിയിട്ട് നമ്മളുടെ ചുമലിനോടൊപ്പം അല്ലെങ്കിൽ ചെവിക്കുറ്റിയോടൊപ്പം ഉയർത്തേണ്ടതുണ്ട്. അത് നമ്മൾ പറഞ്ഞു. അവിടെ ഉയർന്നു നിന്ന് കഴിഞ്ഞാൽ ഒരല്പം നേരം ദൈർഘ്യം ഉണ്ടാകുക എന്നുള്ളത് സുന്നത്താണ്. അതായത് കുറച്ച് നേരം അവിടെ നിൽക്കണം. കാരണം അവിടെ ചില പ്രാർത്ഥനകളുണ്ട്. ആ ഉയരുന്ന സമയത്ത് റബ്ബന വലക്കൽ ഹംദ് എന്ന് വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ റബ്ബന വലക്കൽ ഹംദ് എന്ന് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്, അതാ വാ ഇല്ല, റബ്ബന ലക്കൽ ഹംദ് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ റബ്ബന വലക്കൽ ഹംദ് എന്ന് വന്നിട്ടുണ്ട്, റബ്ബന ലക്കൽ ഹംദ് എന്ന് വന്നിട്ടുണ്ട്. വാ ഒഴിവാക്കിയിട്ടും വാവോട് കൂടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം അത് ഉയരുന്ന സമയത്ത് നമ്മൾ പറയണം മഅ്മൂമീങ്ങളാണെങ്കിൽ. ഇനി അതല്ല ഒറ്റയ്ക്ക് സ്കരിക്കുന്നവനോ ഇമാമോ ആണെങ്കിലോ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് എഴുന്നേറ്റിട്ട് പിന്നെ ആയിരിക്കും റബ്ബന വലക്കൽ ഹംദ് അല്ലെങ്കിൽ റബ്ബന ലക്കൽ ഹംദ് ആ രൂപത്തിലൊക്കെ പറയുക. അതിനുശേഷം റബ്ബന ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വൽ അർദ് വമിൽ മാ ശിഅത മിൻ ഷൈഇൻ ബഅദ് അഹ്ല الثناء والمجد أحق ما قال العبد وكلنا لك عبد اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇത്രയും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അല്പം നിൽക്കാനുള്ള സമയമുണ്ടാകും. അപ്പോൾ സാധിക്കുന്ന അത്ര അവിടെ സഹോദരങ്ങളെ പ്രാർത്ഥിക്കുക. അതുപോലെ അവിടെ വന്ന മറ്റൊരു പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീ. നമുക്ക് അറിയുന്നതാണെങ്കിൽ അത് അവിടെ പറയാം. റബ്ബന വലക്കൽ ഹംദ് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീ. അത് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതൊക്കെ സഹോദരങ്ങളെ റുക്കൂയിലുള്ള സുന്നത്തുകളാണ്. അതായത് വ്യത്യസ്ത രൂപത്തിൽ പറയുക എന്നുള്ള സുന്നത്താണ്. അതല്ലെങ്കിൽ ഈ തഅലീം അത് വാജിബായ കാര്യമാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം സഹോദരങ്ങൾ സുജൂദാണ്. സുജൂദിൽ 7 അവയവങ്ങളിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് റുക്കിനാണ്, നിസ്കാരത്തിന്റെ നിർബന്ധമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ആ സുജൂദ് ചെയ്യുന്ന സമയത്തും നമുക്ക് ഒരുപാട് സുന്നത്തുകൾ കിട്ടും. അതിൽപ്പെട്ടതാണ് സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈകൾ, ഈ അളുതുകൾ, ഇത് നമ്മൾ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച് വെക്കാതെ അത് നമ്മളെ പാർശ്വങ്ങളിൽ നിന്നും അകറ്റി വെക്കുക എന്നുള്ളത്. അതുപോലെ നമ്മുടെ വയറ് തുടയോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് നമ്മളിങ്ങനെ കോടി നിൽക്കാതെ അല്പം വിടർത്തിയിട്ട് നമ്മൾ നിൽക്കുക എന്നുള്ളത്, ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൾ രണ്ടും അവിടുന്ന് വിടർത്തി കഴിഞ്ഞാൽ അവിടുത്തെ കക്ഷത്തിന്റെ വെള്ള കാണുമാറ് വിടർത്തുമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഒരു ചെറിയ മൃഗത്തിന് വേണമെങ്കിൽ അതിലൂടെ കടന്നു പോകാൻ മാത്രം അവിടുന്ന് വിടർത്തിയിരുന്നു എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതും പണ്ഡിതന്മാർ വിശദീകരിച്ചത് നേരത്തെ പറഞ്ഞതുപോലെയാണ്. ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത ആൾക്ക് പ്രയാസം ഉണ്ടാക്കിക്കൊണ്ട് ഈ സുന്നത്ത് ചെയ്യരുത്. മറിച്ച് നമ്മൾ ഇമാമായി നിൽക്കുമ്പോഴോ ഒറ്റക്ക് നിസ്കരിക്കുമ്പോഴൊക്കെയാണ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ആ രൂപത്തിലേക്ക് വിടർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തൊട്ടടുത്ത ആൾക്ക് ചിലപ്പോൾ സുജൂദിന് സ്ഥലം തന്നെ കിട്ടുകയില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സുന്നത്ത് എടുക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് പ്രയാസം ഉണ്ടാക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ സുന്നത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, സുജൂദിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ സുജൂദ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കാലുകൾ അത് എന്ത് ചെയ്യണം? അത് കിബിലക്ക് നേരെയാക്കിയിട്ട്, അഥവാ കാലിൻ്റെ വിരലുകൾ കിബിലക്ക് നേരെയാക്കി രൂപത്തിൽ വെക്കണം. നമ്മൾ കാല് വെക്കുമ്പോൾ നമ്മളിങ്ങനെ നാട്ടിക്കഴിഞ്ഞാൽ ആ വിരലുകൾ കിബിലക്ക് നേരെ തന്നെ. എല്ലാ വിരലുകളും ചിലപ്പോൾ പോകണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഏറ്റവും ചെറിയ വിരൽ ചിലപ്പോൾ അത് മുട്ടുക തന്നെ ഇല്ല. നമ്മൾ ശരിക്കും വെക്കണം, സാധിക്കുന്നത്ര വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവിടെ കൃത്യമായി കിബിലക്ക് നേരെ വെക്കുക എന്നുള്ളത് സഹോദരങ്ങളെ അത് സുന്നത്തായിട്ടുള്ള കാര്യമാണ്. അത് അതിനെതിരായിട്ടല്ല നമ്മൾ വെക്കേണ്ടത് എന്നർത്ഥം. പുറകിലോട്ടല്ല വിരലുകൾ പോകേണ്ടത്, മറിച്ച് കിബിലക്ക് നേരെയാണ് വെക്കേണ്ടത്. അത് ശ്രദ്ധിക്കുക. പിന്നെ സുജൂദിലുള്ള മറ്റ് പ്രാർത്ഥനകൾ, സുബ്ഹാന റബ്ബിയൽ ആല പ്രാർത്ഥനയ്ക്ക് പുറമേ തന്നെ
സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അല്ലാഹുമ്മ ഇഗ്ഫിർലി. അതുപോലെ റുക്കൂലുള്ള പ്രാർത്ഥനകൾ തന്നെ സുബ്ബൂഹും ഖുദ്ദൂസും റബ്ബുൽ മലായികത്തി വറൂഹ് ഇത് വന്നിട്ടുണ്ട്. അതുപോലെ അല്ലാഹുമ്മ ഇഗ്ഫിർലി ദംബി കുല്ലഹു ദിഖഹു വജില്ലഹു അവ്വലഹു വആഖിറ വഅലാനിയതഹു വസിറ. ഇതൊക്കെ സുജൂദിലുള്ള പ്രാർത്ഥനകളായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതല്ലാത്ത പ്രാർത്ഥനകളും സഹോദരങ്ങളും ഉണ്ട്. അതൊക്കെ ആ കിതാബിൽ നിന്ന് നമ്മൾ സാധിക്കുന്നത്ര പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇനി അതുപോലെ നമുക്ക് സുജൂദിൽ ഈ തസ്ബീഹൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ധാരാളമായി ദുആ ചെയ്യലും സുന്നത്താണ്. ഒറ്റക്കൊക്കെ നിസ്കരിക്കുമ്പോൾ നമുക്ക് പറ്റും. ഒറ്റക്ക് നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ സുജൂദ് ദുആ ചെയ്യാൻ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് വളരെ ഹൈറാണ്. അത് പലരും അത് ശ്രദ്ധിക്കാറില്ല. വേഗം നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ദുആ ചെയ്യാം എന്നല്ലാതെ നമ്മൾ രാത്രിയൊക്കെ നിസ്കരിക്കുമ്പോൾ സുജൂദിൽ നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ ഉത്തരം കിട്ടാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. കാരണം ഹദീസിൽ കാണാം, മുസ്ലിം റിവായത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഹദീസിൽ കാണാം, വഅമ്മ സുജൂദു ഫജ്തഹിദു ഫിദ്ദുആ. സുജൂദ് അവിടെ നിങ്ങൾ ദുആക്ക് വേണ്ടി നന്നായി പരിശ്രമിക്കുക. ഫഖമീനുൻ അൻ യുസ്തജാബ ലക്കും. ഉത്തരം ചെയ്യപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട്. ഖമീനുൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടുതൽ സാധ്യതയുണ്ട്. ഹരിയുൻ അൻ യുസ്തജാബ ലഹു എന്നാണ്. അവൻ ഉത്തരം ചെയ്യപ്പെടാൻ വളരെയധികം സാധ്യതയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കണം, നല്ല നല്ല പ്രാർത്ഥനകൾ പഠിക്കുക. പരമാവധി ഹദീസിൽ വന്ന അറബി പദങ്ങൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം. നിസ്കാരത്തിൽ അത് അറബിയിൽ തന്നെ പ്രാർത്ഥിക്കണമെന്ന് ചില പണ്ഡിതന്മാർ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സാധിക്കുന്നത്ര. പിന്നെ മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകൾ ജാമിഉം മാനിയുമായ പ്രാർത്ഥനകളാണ്. അതായത് കുറഞ്ഞ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ്. എല്ലാം അതിൽ ഉൾക്കൊണ്ടു അല്ലെ. ആയത്തിൽ ഖുർആനിൽ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദുനിയാവിൽ എല്ലാ ഹസനത്തും നമ്മൾ അള്ളാഹിനോട് ചോദിച്ചു. നമുക്ക് എന്തെല്ലാം ദുനിയാവിൽ നന്മയുണ്ടോ അതെല്ലാം അതിൽ ചിന്തിച്ചാൽ ആ പ്രാർത്ഥനയിൽ വന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകൾ അങ്ങനെയാണ്. അവിടുന്ന് പഠിപ്പിച്ചതൊക്കെ കുറഞ്ഞ വാക്കുകളിൽ ഒരുപാട് ആശയങ്ങളുള്ള പ്രാർത്ഥനകളുണ്ട്. പലതും നമ്മൾ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ദുആയുടെ ബുക്കുകളൊക്കെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല പ്രാർത്ഥനകൾ സഹോദരങ്ങൾ നമുക്ക് കിട്ടും. സാധിക്കുന്നത്ര നമ്മൾ പഠിച്ചിട്ട് സുജൂദിൽ നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് സുന്നത്താണ്. പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുകയും ചെയ്യും. ഇനി സഹോദരങ്ങളെ, അതിനുശേഷം നമ്മൾ ഇടയിൽ ഇരുത്തം ഇരിക്കുന്ന സമയത്ത് അവിടെയും ചില സുന്നത്തുകളുണ്ട്. അതിൽപ്പെട്ടതാണ് നമ്മുടെ ഇടത്തെ കാലിന് മുകളിൽ, നമ്മൾ സാധാരണ ഇരിക്കുന്ന പോലെ തന്നെ ഇടത്തെ കാലിന് മുകളിൽ നമ്മൾ ഇരിക്കുക, വലത്തെ കാല് നാട്ടി വെക്കുക എന്നുള്ളത്. വലത്തെ കാലിങ്ങനെ നാട്ടി വെച്ചിട്ട് നമ്മൾ ഇടത്തെ കാലിന് മുകളിൽ ഇരിക്കുക എന്നുള്ളത് അത് സുന്നത്താണ്. അബൂ ഹുമൈദ് സാഇദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ കാണാം, അദ്ദേഹം പറയുന്നു, ഫഇദാ ജലസ ഫി റകഅതൈനി ജലസ അലാ റിജ്ലിഹിൽ യുസ്റ വനസബ യുംന. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് കഴിഞ്ഞാൽ അവിടുന്ന് എന്ത് ചെയ്യും, അവിടുത്തെ ഇടത്തെ കാലിന് മുകളിലേക്ക് ഇരിക്കും, എന്നിട്ട് വലത്തെ കാലിങ്ങനെ നാട്ടി വെക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ എന്ത് ചെയ്യുക, ആ രൂപത്തിൽ നമ്മൾ ഇരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഒന്നാമത്തെ റക്അത്തിന്റെ കാര്യം ഏകദേശം കഴിഞ്ഞു അല്ലെ. പിന്നെ അടുത്ത വീണ്ടും സുജൂദാണ്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ റക്അത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ റക്അത്തിന്റെ ഇടയിലേക്ക് ഉയരുന്നതിനിടയിൽ ഒരു ഇരുത്തമുണ്ട്. ആ ഇരുത്തത്തിന് പറയും ജൽസത്തുൽ ഇസ്തിറാഹ, ഒരു വിശ്രമത്തിന് വേണ്ടിയിട്ടുള്ള ഇരുത്തം എന്ന് പറയും. അപ്പൊ പണ്ഡിതന്മാർക്കിടയിൽ ഈ ഇരുത്തം അത് സുന്നത്താണോ അല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അത് സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിട്ടുണ്ട് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിവായത്ത് ചെയ്യുന്ന സഹാബികളെല്ലാം തന്നെ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു ഭാഗം പണ്ഡിതന്മാർ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള, അതുപോലെ തന്നെ ഷെയ്ഖ് നാസിർ അസ്സഅദി റഹിമഹുള്ളയെ പോലെയുള്ള ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രായമായപ്പോഴാണ് ഇരുന്നിട്ടുള്ളത്. ആദ്യകാലത്ത് വന്ന റിവായത്തുകളിലൊന്നും ആ ഒരു ഇരുത്തത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഇരുത്തം സുന്നത്തില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, ആ ഇരുത്തത്തിലേക്കായിട്ട് പ്രത്യേകം ഒരു തക്ബീറില്ല, ആ ഇരുത്തത്തിലേക്കായിട്ട് പ്രത്യേകം ഒരു ദിക്റും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ വേണ്ടതില്ല, അത് സുന്നത്തില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുണ്ട്, ഒരാൾക്ക് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ് എങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഇരിക്കാവുന്നതാണ് എന്നാണ് ഒരു ഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അത് സുന്നത്താണെന്ന് കരുതുകയാണ് എങ്കിൽ കൃത്യമായി നമുക്ക് അവിടെ ഇരുന്നിട്ട് എഴുന്നേൽക്കാം, ആ സുന്നത്ത് അപ്പോൾ ലഭിക്കും. ഇനി അതല്ല എങ്കിൽ അതിൽ കുഴപ്പവുമില്ല എന്നാണ് സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത്. ഇതിനുശേഷം ഇൻഷാ അല്ലാഹ് തശഹുദുമായി ബന്ധപ്പെട്ട സുന്നത്തുകളാണ് നമുക്ക് ബാക്കി പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാവുന്നതാണ്. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.